രാജ്കോട്ടിലെ റൂമിലാണുള്ളത്. നമ്മൾ എത്ര മണിക്ക് എത്തിയെന്ന് വെച്ചാൽ നമ്മളൊരു 7:30 ആകുമ്പം എത്തുന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ കുറച്ച് ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് നമ്മൾ കൂടുതൽ ബ്രേക്കെല്ലാം എടുത്ത് അങ്ങനെ. പിന്നെ ചില സിറ്റി നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്കൊരു സിറ്റി ഉണ്ടായിരുന്നല്ലോ, പേരെന്തായിരുന്നു, അത് മറന്നു. ഓക്കെ, പിന്നെ പറയാം. അപ്പോൾ ആ ഒരു സിറ്റി ഭയങ്കര ക്രൗഡഡൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ വളവും തിരിവൊക്കെ ഉള്ള ഒരു പ്രത്യേക ജംഗ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ കൂടുതലെടുത്ത് അങ്ങനെ ഒരു 8 മണിയാകുമ്പോൾ, ഒരു അരമണിക്കൂർ നമ്മൾ കൂടുതലെടുത്ത് ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ രാജ്കോട്ടിലെ റൂമിലെത്തി. ഓക്കെ, ഇനിയിപ്പം അപ്പം നമ്മൾ ഇന്ന് ഏകദേശം 260 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ ഇന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ വേറെ വഴിയില്ല. കാരണം നാളെ നമ്മുടെ ബൈക്ക് 5000 കിലോമീറ്റർ കഴിഞ്ഞുകൊണ്ട് സർവീസിന് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാജ്കോട്ടിൽ സർവീസിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ബൈക്ക് സർവീസും എല്ലാം കൂടി കഴിഞ്ഞ് നാളെ ഒരു ഫുൾ ഡേ മിക്കവാറും നമ്മൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, രാജ്കോട്ട് തന്നെ. മറ്റന്നാൾ രാവിലെ ആയിരിക്കും നമ്മൾ പിന്നെ കച്ചി, പിന്നെ പുഞ്ചി, പിന്നെ ബുജ്ജി, ഓക്കെ, അതുവഴി സാൾട്ട് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അതായത് ഒരു വഴി 2 സൈഡും ഉപ്പാണ്. പിന്നെ ഒരു ഐലൻഡിലൂടെ ഒക്കെ പോയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഒരു രസമുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്യണത് മറ്റന്നാളായിരിക്കും മിക്കവാറും രാവിലെ ഇറങ്ങുന്നത്. പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ട്രാവലിംഗ് എക്സ്ട്രീംലി അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. നമ്മൾ കാണാൻ ആഗ്രഹിച്ച സിംഹത്തിനെ കണ്ടു, പുലിയെ കണ്ടു, പിന്നെ ആൺസിംഹം പെൺസിംഹം ഉണ്ടായിരുന്നു, കുരങ്ങുണ്ടായിരുന്നു, പിന്നെ മാനുണ്ടായിരുന്നു. അതും നമ്മൾ കാട്ടിൽ തന്നെ വെച്ച് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, പിന്നെ അഡ്വഞ്ചറായിരുന്നു. വളരെ എന്താ പറയുക ഭയങ്കര ഭീകരമായ ഒരു പിന്നെ എന്താ പറയുക വഴിയൊക്കെ ആയിരുന്നു. പച്ചപ്പില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, എക്സ്ട്രീംലി ചൂടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ട്രിപ്പ് ഒരു അടിപൊളി ബഹുരസ സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നും രാജ്കോട്ടിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് രാജ്കോട്ടിൽ. നമ്മളെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ രാജാവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയായിട്ട് ഇന്നും നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യണത്. നാളെ രാവിലെ ആയിരിക്കും രാജ്കോട്ടിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നടന്നു വരുമ്പോഴേ ബൈക്ക് അവിടെ കൂടെ നടന്നു വരുമ്പോൾ ATM കണ്ടപ്പോൾ കയറിയിരുന്ന കുറച്ച് നേരം ചൂട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, 39-40 ഒക്കെയാണ് രാജ്കോട്ടിലെ ചൂട്. നമ്മളെ ഹോട്ടലിൽ നമ്മുടെ രാജാവിൻ്റെ ഫ്രണ്ട് വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി ഫാമിലിയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തതിന് ശേഷം നമ്മൾ റൂമിൽ പോയി. അപ്പോൾ നമ്മളെ രാജാവിൻ്റെ ഒരു പഠിക്കണ സമയത്ത് രാജാവിൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു ചേട്ടനുണ്ട്, അണ്ണനുണ്ട് സേലത്ത്. ആ ചേട്ടനിപ്പം ഗുജറാത്തിൽ ഫാമിലിയായിട്ട്, ഗുജറാത്തിലൊരു ചേച്ചിയും കല്യാണം കഴിച്ച് ഗുജറാത്തിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അപ്പം ചേട്ടൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തേങ്ങ എടുത്തിട്ട് ഇവിടെ ഗുജറാത്തിൽ ഓൾ ഓവർ തേങ്ങ ചേട്ടനാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടോ ലോഡും കാര്യങ്ങളൊക്കെ ഗോഡൗണിലൊക്കെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ചേട്ടൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പം വർത്തമാനമെല്ലാം പറഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ പോവാണ്. അതിനുശേഷം ഈവനിങ്ങിൽ ചേട്ടൻ വീണ്ടും വരും, നമ്മൾ ഒന്നും കൂടി മീറ്റ് ചെയ്യും. ഞങ്ങളൊരു मुश्किल नहीं पूरा मुश्किल है. അപ്പോൾ ഞങ്ങളൊരു വെറൈറ്റി യാത്രയിലാണ്. ബാക്കിൽ മുഴുവൻ ഓട്ടോയിൽ തേങ്ങ. അപ്പോൾ ബാക്കിൽ മുഴുവൻ തേങ്ങ. ഞങ്ങൾ ഫ്രണ്ടിൽ ഓട്ടോയിൽ ഇങ്ങനെ അടിച്ചു പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് നല്ല കുലുക്കുണ്ട്. രാജാവ് ഞാൻ ഒരു കൈ ഒക്കെ പിടിച്ച് ഭയങ്കര റിസ്കി പോക്കാണ്. അടിപൊളി. ഇതാ കണ്ട അല്ല ഹോട്ടലിൽ കൂടെ പോക്ക. ബാക്കിൽ മുഴുവൻ തേങ്ങ. ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്.
നമ്മളങ്ങനെ ഓട്ടോയിലെല്ലാം കയറി നമ്മൾ വെരി അഡ്വഞ്ചറായിട്ടുള്ള ഭയങ്കര ഓട്ടോയിലെ ജേണി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ട് നമ്മുടെ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്കൊരു നൈറ്റ് റൈഡ് പോകാമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടി കണ്ടോ രാജ്കോട്ടിലെ സിറ്റിയിൽ നൈറ്റ് ഡ്രൈവിന് പോകുന്ന ആ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്കോട്ട് എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്, നല്ലൊരു വലിയ സിറ്റി തന്നെയാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സിറ്റി തന്നെയാണ് രാജ്കോട്ട്. രാജ്കോട്ടിന് 2 സൈഡുണ്ട്. ഒന്ന് ശരിക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം രാജ്കോട്ടിന്, അതായത് ഒരു റോഡിൻ്റെ ഒരു ഭാഗത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റുകളും വലിയ വലിയ കെട്ടിടങ്ങളും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ രാജ്കോട്ടിൻ്റെ ആ റോഡിൻ്റെ വേറൊരു വശത്ത് അത്ര ഡെവലപ്ഡ് അല്ലാത്ത പഴയ ഒരു സിറ്റിയും ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ആളുകളൊക്കെ നന്നായിട്ട് റെഡിയായി അല്ലെങ്കിൽ കുളിച്ച് നന്നായിട്ട് ഫ്രഷായി അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരിക്കും ആ ഒരു നൈറ്റ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട്. ഇപ്പോൾ റേസ് കോഴ്സ് റോഡാണ് അവിടുത്തെ മെയിൻ ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത്. ആ റേസ് കോഴ്സ് റോഡിൻ്റെ സൈഡിൽ ഒരു വലിയൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഐസ്ക്രീംസും കാര്യങ്ങളും കഴിക്കുക, അതുപോലെ ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഏകദേശം ഒരു 1 മണി 1:30 വരെ അല്ലെങ്കിൽ 2 മണി സമയത്ത് രാത്രിയൊക്കെ ഫാമിലിനെ അവിടെ കാണാൻ പറ്റും. അത് ഈ കുട്ടികളാണെങ്കിലും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അവിടുന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ നൈറ്റ് ഡ്രൈവിന് ചേട്ടൻ്റെ മകനും ഉണ്ടായിരുന്നു. റേസ് കോഴ്സ് റോഡിൽ ഞങ്ങൾ വണ്ടി നിർത്തിയതിന് ശേഷം ചേട്ടൻ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് നിറയെ ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബദാമിൻ്റെ ഫ്ലേവറായിരുന്നു. അതുപോലെ നമ്മുടെ രാജാവ് വാങ്ങിച്ചത് ചോക്ലേറ്റും, ചേട്ടൻ വാങ്ങിച്ചത് സ്ട്രോബെറിയും, അതുപോലെ തന്നെ ചേട്ടൻ്റെ മകൻ വാങ്ങിച്ചത് വനിലയായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടന് തേങ്ങാ ബിസിനസ് കൂടാതെ ഒരു ബിസിനസ് കൂടിയുണ്ട്. അത് ചേട്ടനും ചേച്ചിയും കൂടി ഒരുമിച്ച് നടത്തുന്ന ബിസിനസ്സാണ്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ദോശ ഭവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ തരം ദോശകളും കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണിത്. നൈറ്റ് ഡ്രൈവിൻ്റെ ഇടയിൽ ഞങ്ങൾ നേരെ ശ്രീകൃഷ്ണ ദോശ ഭവനിൽ പോയി. അവിടെ ചേട്ടൻ്റെ വൈഫിനെ കണ്ടു, വൈഫിൻ്റെ അമ്മയെ കണ്ടു, ചേട്ടൻ്റെ മകനെ കണ്ടു. അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല 2-3 സെറ്റ് ടൈപ്പ് ദോശകൾ കഴിച്ചു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ല എന്താ പറയുക, ഇപ്പോൾ അടുത്തെങ്ങും ഇത്രയും നല്ലൊരു അടിപൊളി ദോശ കഴിച്ചിട്ടില്ല. അത്രയും വെറൈറ്റി ദോശയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പം ഇവിടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേര് കേരള ദോശ എന്നാണെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ കേരളത്തിലെ ദോശയും കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അവർ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. കേരള ദോശയുടെ പുറമെ ഒരു അടിപൊളി മസാല ദോശയും പിന്നെ ലവ് ഷേപ്പിലുള്ള ഇഡ്ഡലിയുടെ ഒരു അടിപൊളി വിഭവം ഉണ്ടായിരുന്നു. അപ്പോൾ സമയം ഇപ്പം രാവിലെ 10 മണിയായി. ഇന്നലെ നൈറ്റ് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്കൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റായി പോയി എണീക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ രാജ്കോട്ടിൽ നിന്ന് നമ്മൾ ഇനി കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് നോക്കുന്നത്. ഗുജറാത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ രാജസ്ഥാൻ ആ ഒരു റൂട്ടിലേക്കാണ് പോണത്. അപ്പോൾ കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട്. പിന്നെ ഇതുവരെ പോയ പോലെ ആയിരിക്കില്ല. അവിടെ ഉപ്പുപാടങ്ങളും നല്ല കാറ്റും പൊടിയും, കാരണം ആ മരുഭൂമി ആ രാജസ്ഥാൻ ഏരിയയിലേക്ക് കടക്കല്ല. അപ്പം അതിൻ്റെതായിരിക്കാം അങ്ങനെ കുറച്ച് വാണിംഗ് തന്നിരുന്നു നമ്മുടെ അണ്ണൻ, ഇന്നലത്തെ ആ ചേട്ടൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ബിൽഡിങ്സിലുള്ള ലിഫ്റ്റുകളൊക്കെ ഒരു പ്രത്യേക തരമാണ്. കണ്ടോ, ഇതിങ്ങനെ ഒരു ഗ്രില്ലിങ്ങനെ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യണം. പിന്നെ ഇതാ വേറൊരു ഗ്രില്ല് ഇതാ മിഡിലുണ്ടാവും. കണ്ടോ, ഇത് 2 ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉണ്ടോ, ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇത് ക്ലോസ് ചെയ്യും. റൂം ചെക്കോട്ടെ അച്ചാബി ഉദരെ. ഓക്കെ. കണ്ടോ, ഈ ഗ്രില്ല് ഫസ്റ്റ് ഇങ്ങനെയാണ് ടൈ എന്നും പറഞ്ഞ് അടയ്ക്കണം. പിന്നെടാ ഇത് ഇങ്ങനെ എന്നും പറഞ്ഞ് അടച്ചിട്ട്
അടച്ചാലാണ് പോര്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിലും കാണുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഗുജറാത്തിലെ കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുത്താണ്. 1.5 ചൂടാണ്, ഒരു രക്ഷയില്ല, പൊള്ളുന്നുണ്ട്. വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ വരുന്ന വഴിക്കെല്ലാം റോഡിൻ്റെ രണ്ട് സൈഡിലും നമ്മളെ ഉപ്പ് കുറുക്കുന്ന പാടല്ലേ, അതാണ്. ഇവിടെ ഒരു വെള്ള സംഭവം കണ്ടോ, മണൽ പോലെ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉപ്പാണത്. ഉപ്പ് ഉണക്കിയിട്ട് ഉപ്പിങ്ങനെ എന്തോ പിന്നെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തോ അങ്ങനെ കൂന കൂട്ടി ഏകദേശം ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഉയരത്തിൽ വെച്ചിരിക്കുകയാണ്. അതാണ്ടോ, ഇതൊക്കെ ഉപ്പ് കുറുക്കുന്ന പാടാണ്. ഈ പാടത്ത് നമ്മുടെ കടൽ വെള്ളം കുറുക്കിയിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത്. ഈ 2 സൈഡിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാറ്റാടി യന്ത്രങ്ങളും എല്ലാം കൂടിയുള്ള പാടങ്ങളാണ്. കണ്ടോ, ഇതിനിടയിൽ കാറ്റാടി യന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ചൂടാണ്. പിന്നെ കട പോലും ഇല്ല അടുത്തൊന്നും, കുറേ കിലോമീറ്ററിന് ശേഷം ഒരു കടയൊക്കെ എത്തുന്നത്. അതുകൊണ്ട് ഉപ്പാണിത്. ഉപ്പ് കൂട്ടിയിട്ടിരിക്കുകയാണ് മണൽ പോലെ. ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടോ, കാറ്റാടി യന്ത്രമാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെയാണ്. കിലോമീറ്ററുകളോളം, ഒരു 10-50 കിലോമീറ്ററായിട്ട് ഇങ്ങനെ തന്നെയാണ്. കണ്ടോ, ഈ പാടത്ത് ഉപ്പ് കുറുക്കുന്ന പാടാണത്. ഇതിങ്ങനെ ഏക്കറുകളോളം ഉണ്ട്. ഈ കടയിൻ്റെ കാര്യം നോക്കണേ, ഇതുണ്ടോ, ഈ കുപ്പികൾ കാര്യങ്ങൾ ചൂടടിച്ചിട്ട് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി തുണി നനച്ചിട്ട് മൂടിയിട്ടിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഇത് കണ്ടോ, പഴയ കൂജ, മൺകൂജയിലാണ് വെള്ളമൊക്കെ എടുക്കണതും കൊടുക്കണതൊക്കെ. ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. ഇതിനേക്കാളും ചൂടായിരിക്കും രാജസ്ഥാനിലേക്ക് കടന്നുണ്ടെങ്കിൽ. രാജസ്ഥാൻ മരുഭൂമിയിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ പടക്കുതിര റെസ്റ്റ് എടുക്കാണ് തണുത്ത്. ഒരു രക്ഷയില്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മളെ പിന്നെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 79 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ച് എന്ന് പറഞ്ഞ സ്ഥലം വരും. അപ്പോൾ അത് കണ്ടോ, 4 ഭാഗവും കൃഷിയിടങ്ങളാണ്. എന്തൊക്കെയൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഉപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. നമ്മുടെ എന്താ പറയുക, ഞാൻ വിചാരിച്ചതല്ല ഓറഞ്ചോ പേരയ്ക്കയോ പിന്നെ മറ്റേ എന്താ പറയുക ഓർക്കാപ്പുളി പോലത്തെ സാധനം. അപ്പം സംഗതി ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് നോക്കിയപ്പോൾ നമ്മളെ സമാമില്ലേ, ചെറുത് സമാമിൻ്റെ ചെറിയ ടൈപ്പ് സമാമ്. പിന്നെ അതേപോലെ കണ്ണിമത്തനായിരുന്നു. അപ്പോൾ മുറിച്ച് കാണിച്ചു തന്നപ്പോണ്ടല്ലോ, നല്ല അടിപൊളി സാധനം. അപ്പോൾ നമ്മളത് വാങ്ങി നമ്മൾ പാക്ക് ചെയ്തേക്കണ് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്.